ഹായ്, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് നമ്മളുടെ കലോറി ബേണിംഗ് ചലഞ്ചിൻ്റെ 8th ഡേയിലാണ്. ഇന്നലെ നമ്മൾ സൈക്ലിങ്ങിൽ ഏകദേശം 3000 കലോറി ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് റെസ്റ്റ് എടുക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും വീണ്ടും വന്നു. ഇന്നും റൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് സ്പീഡിൽ റൺ ചെയ്തിട്ട് എത്ര കലോറി കുറക്കാമെന്നാണ് ഇന്നത്തെ ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന 1-2 ടിപ്സുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, വേണ്ടവർക്ക് എടുക്കാം. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു കഷ്ണം, ചെറിയ കഷ്ണം മഞ്ഞളുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് മഞ്ഞൾ, അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അത് ചവച്ചരച്ച് കഴിക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് ചുടുവെള്ളം കുടിക്കുക. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഓടാൻ പോരുന്നതിനോ വാക്കിങ്ങിനൊക്കെ പോരുന്നതിന് മുമ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അണ്ടർവെയർ ഒക്കെ ഉണ്ടാവില്ല, അണ്ടർവെയറിന് ഇടുന്നതിന് മുമ്പേ നമ്മളെ ഇവിടെ ഗൾഫ് നാടുകളിലൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലും ഉണ്ട്. നമ്മളെ കറ്റാർ വാഴ, അലോവേരൻ്റെ ഒരു തണ്ട് എടുത്തിട്ട് ചെറിയ കഷ്ണം, ഒരു കഷ്ണം മുറിക്കുക. എന്നിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മളെ അഴകിലൊക്കെ തേക്കുക. നമ്മൾ അണ്ടർവെയർ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് തേക്കുന്നത് നമ്മളെ ആൻറ്റിബാക്ടീരിയൽ ഒരുപാട് നല്ലതാണ്. ചട്ടിയിൽ നിന്നൊക്കെയുള്ള ഇൻഫെക്ഷനും ഒക്കെ ഒത്തിരി ഗുണമുള്ള കാര്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, റിസൾട്ട് പറയുക. ഞാൻ എൻ്റെ പേഴ്സണൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്ടത്തിലോട്ട് പ്രവേശിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഹായ്, ഇന്ന് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 600 സംതിങ് കലോറി ബേൺ ആയിട്ടുള്ളൂ. 8 സംതിങ് കിലോമീറ്റർ ഓടി. അപ്പോൾ ഇന്ന് ഓട്ടം തുടങ്ങിയത് തന്നെ ലേറ്റായിട്ടായിരുന്നു. കാലത്ത് രാവിലെ ഇപ്പോൾ 9 മണിക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വെയിലും നല്ല ചൂടാണ്, പറ്റ ടയേർഡായി. അതുകൊണ്ടാണ് ഇന്നത്തെ നമുക്ക് ബാലൻസ് നാളെ മറ്റന്നാളോ കൂട്ടിയെടുക്കാം.